ഗൈസ്, അപ്പം നമ്മൾ കുവൈറ്റിൽ നിന്ന് കൊച്ചി ഫ്ലൈറ്റിൽ പോകാൻ, അതായത് നാട്ടിലേക്ക് പോകാനായിട്ട് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വഴിയിൽ ഭയങ്കരമായ പൊടിക്കാറ്റാണ്. നമുക്ക് ഇപ്പം നോക്കിയാൽ അറിയാം. പൊടിക്കാറ്റെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇന്ന് രാവിലെ ഇത്രയും പൊടിക്കാറ്റൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ ഇറങ്ങാൻ നേരത്ത് കറക്റ്റായിട്ട് പൊടിക്കാറ്റ്. ഇപ്പോൾ ഫ്ലൈറ്റ് എന്തായാലും ലേറ്റ് ആയിരിക്കും. നമ്മൾ എന്തായാലും എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എയർപോർട്ട് വഴിയൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഫ്രണ്ടിൽ പോകുന്ന ഒരു കാറ് നമുക്ക് ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. അത് അത്രയും വിഷൻ കുറവാണ്. നമുക്ക് വണ്ടികൾ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഇപ്പോൾ എന്തായാലും എയർപോർട്ട് നമുക്ക് ഇവിടുന്ന് തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എന്തായാലും എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് എയർപോർട്ട് ഇപ്പം അവിടെ ചെന്നിട്ട് ബാക്കി കാര്യം നോക്കാം. ഫ്ലൈറ്റ് ലേറ്റ് ആയിരിക്കും എന്തായാലും. ഗുയിസ്, നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി അവിടെ ചോദിച്ചപ്പോൾ ഫ്ലൈറ്റ് എന്താ ലേറ്റാണ്, അത് എത്രയാണെന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഇവിടെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ കുവൈറ്റിലെ എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഇത് ജസീറയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്പേസ്. അതായത് എയർപോർട്ട് തന്നെ ഇവിടെ പല രീതിയിൽ അവർ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കും. അതായത് ഓരോ ഫ്ലൈറ്റിനും ഓരോ എയർപോർട്ട് പോലെ. ഇതിപ്പോൾ ജസീറയുടെ എയർപോർട്ടാണ്. അതായത് കുവൈറ്റ് ഒരു എയർപോർട്ടിൽ തന്നെ പല പല സെക്ഷനായിട്ട് അത് അങ്ങനെ. ഇപ്പോൾ തിരക്ക് കുറയ്ക്കാനിപ്പോൾ അത് നല്ല രീതിയിൽ അവരുടെ പ്ലാനിങ് നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് അത്രയും തിരക്ക് കുറവാണ്. പക്ഷേ ഇപ്പോൾ ഈ ഡിലേ ആവുന്നുണ്ട്, എല്ലാ ഫ്ലൈറ്റും ഡിലേ ആവുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല പോലെ ആൾ വന്ന് കൂടും. അതിപ്പം പിന്നെ എയർപോർട്ടിൽ വന്നിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫുഡൊക്കെ വാങ്ങണമെങ്കിൽ ജസീറയിൽ പോകുന്നവർ അത് ഫസ്റ്റ് ഫ്ലോറിലൊരു ഷോപ്പുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് അതായത് സ്നാക്സ്, അതായത് പെപ്സി, കൂൾ ഡ്രിങ്ക്സ്, അങ്ങനെ ഡ്രിങ്ക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ താഴെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ ആരും മാക്സിമം അവിടെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതായത് നല്ല ഫുഡിനെല്ലാം നല്ല പ്രൈസാണ്. അതായത് എയർപോർട്ടിൽ 5 ഇരട്ടി പൈസ ഒക്കെ അവർ ചോദിക്കുന്നത്. ഇവിടെ സ്നാക്സിനെല്ലാം പ്രൈസ് കൂടുതലാണെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസ് ഇവർ ചോദിക്കുന്നു. അപ്പോൾ പറ്റുന്നവരെല്ലാം ഇവിടെ ഇപ്പം പ്രൈസ് കുറഞ്ഞ ഫുഡ്, അതായത് സ്നാക്സും അത്യാവശ്യം കാര്യങ്ങളൊക്കെ വേണ്ടവർ ഇപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒന്ന് പോയി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുക. അതായത് നമ്മളിപ്പോൾ ബസ്സിൽ കയറിയിട്ട് അവിടുന്ന് കുറച്ച് ദൂരം പോകണം. അങ്ങനെ ഫ്ലൈറ്റിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പൊടിക്കാറ്റ് മാറിയിട്ടില്ല, ഒന്ന് കുറഞ്ഞെന്നേ ഉള്ളൂ. നമ്മളിപ്പം കറക്റ്റ് 3 മണിക്കൂറോളം 2.5 മണിക്കൂറോളം നമ്മൾ അവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഫ്ലൈറ്റ് ചാലുവായി ഇപ്പോൾ എടുക്കാൻ പോകുന്നു. ഇപ്പം ഫ്ലൈറ്റ് പുറമോട്ട് എടുത്തുകൊണ്ടിരിക്കുക, റിവേഴ്സിലോട്ട് പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത് ശരിക്കും റൺവേയിലോട്ട് പോയിട്ടില്ല. ഇവിടുന്ന് ഫ്ലൈറ്റ് തിരിച്ച് റൺവേ പോയിട്ടായിരിക്കും പോകുന്നത്. ഈ പൊടിക്കാറ്റ് കാരണം നല്ല രീതിയിൽ ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് മാത്രമല്ല, എല്ലാ ഫ്ലൈറ്റും കുവൈറ്റിൽ നിന്നുള്ള എല്ലാ ഫ്ലൈറ്റും നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പം ഇവിടുന്ന് ഏവിയേഷൻ്റെ അവിടെ മിനിസ്ട്രിയിൽ നിന്നുള്ള അതായത് അവിടെ ക്ലിയറൻസ് കിട്ടിയാലേ ഫ്ലൈറ്റെല്ലാം ഇനി പറക്കാനും ലാൻഡ് ചെയ്യാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത്രയും ഫ്ലൈറ്റ് കംപ്ലീറ്റ് ട്രാഫിക് എല്ലാം ബ്ലോക്കായി നല്ല പ്രശ്നങ്ങളായി. പൊടിക്കാറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ മഴയുള്ളപ്പം അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, നല്ല ഫ്ലഡൊക്കെ വരുമ്പോൾ. അതുപോലെ ഇവിടെ പൊടിക്കാറ്റ് വരുമ്പോഴാണ് ശരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. മഴ ഇവിടെ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും ഇവിടുത്തെ വെതർ അത് ക്ലിയർ ആയിട്ടില്ല. ഇത് ഇനി ചിലപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒരു കംപ്ലീറ്റ്ലി ക്ലിയർ ആയിട്ടില്ല വെതർ. അത് ഇപ്പോഴും നല്ല പൊടി നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ ജസീറ ഫ്ലൈറ്റാണ് എടുത്തത്. ജസീറയുടെ, അതായത് കുവൈറ്റിലെ തന്നെ ഒരു ഫ്ലൈറ്റാണ് ജസീറ എയർവേസ് ജസീറ. അപ്പം ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് നമുക്ക് കിട്ടി, ഡയറക്റ്റ് കൊച്ചി കിട്ടി. അപ്പം ഇതിൽ ഫുഡ് ഉണ്ടാവില്ല ഈ ഫ്ലൈറ്റിൽ. അങ്ങനെയാണ് ഈ ജസീറയുടെ ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടാവും, പക്ഷേ നമുക്ക് വാങ്ങിച്ച് കഴിക്കേണ്ട ഒരു സെപ്പറേറ്റ്. ബഡ്ജറ്റ് എയർലൈൻ, അതായത് ചെറിയ പൈസയ്ക്ക് പോകാൻ പറ്റും. ഇപ്പം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല ഫ്ലൈറ്റിൻ്റെ ഫെയർ എല്ലാം നല്ല കൂടിയിട്ടുണ്ട്. അതായത് ഇപ്പം നമുക്ക് നോർമലി ഇപ്പം ഒരു ഏറ്റവും കുറഞ്ഞ റേറ്റ് കിട്ടുന്ന നമ്മൾ ഇന്ത്യൻ മണി പറയുകയാണെങ്കിൽ 12,000 രൂപയൊക്കെയാണ് നോർമലി ഒരു വൺ സൈഡ് ഫ്ലൈറ്റ്. അതായത് കുവൈറ്റ് കൊച്ചി 12,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന നോർമൽ റേറ്റ്. പക്ഷേ ഇപ്പോൾ കുവൈത്ത് എയർവേസിൻ്റെ ഒരു ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ഫെയറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 60,000, 70,000, 80,000 ഒക്കെ വൺ സൈഡ് ഡയറക്റ്റ് ഫ്ലൈറ്റിന് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഞാനെടുത്ത ഫ്ലൈറ്റിന് എനിക്ക് ഏകദേശം 20,000 രൂപ അത്രയും അടുത്തായിട്ടുണ്ട്. ഇപ്പം ഭയങ്കര റഷ്. അതായത് വെക്കേഷൻ ഇപ്പം സ്റ്റാർട്ടാവുക, സ്കൂളെല്ലാം വെക്കേഷൻ ആവുക കംപ്ലീറ്റ്. ഇപ്പം മിക്കവാറും കമ്പനികളെല്ലാം അവർ മെയിനായിട്ട് ലീവ് എല്ലാവരും
ഇന്ത്യൻസ് ആയാലും ആൾക്കാർ വെക്കേഷന് പോകുന്ന ടൈം. അപ്പോൾ ടിക്കറ്റ് ചാർജ് എല്ലാം മാക്സിമം കൂടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഇങ്ങനെ ചാലുമായി ഒരു റൺവേയിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടി നമുക്ക് താഴെ നമുക്ക് ലൈറ്റൊക്കെ കാണാം. അപ്പം നമുക്ക് ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തീരെ അതായത് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്ലൈറ്റ് പൊങ്ങുന്ന വീഡിയോ എടുക്കണമെന്നുണ്ട്. അത് നമുക്ക് ഇത്രയും ക്ലിയറായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഈ പൊടിക്കാറ്റും കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ നമുക്ക് തീരെ നന്നായിട്ടത് കിട്ടിയില്ല. പിന്നെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ നോക്കി. അതായത് ഇപ്പോൾ ഫ്ലൈറ്റ് നല്ല സ്പീഡിൽ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അത് പക്ഷേ നമുക്ക് ഇങ്ങനെ പകലാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ഭംഗിയുള്ളൊരു ഒരു വീഡിയോ നമുക്ക് കിട്ടിയേനെ. പിന്നെ ഞാൻ ഈ സൈഡ് സീറ്റ്, അതായത് വിൻഡോ സീറ്റിലിരിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും വിൻഡോ സീറ്റല്ല കിട്ടിയത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിക്ക് ശരിക്കും വിൻഡോ സീറ്റാണോ എന്ന് അറിയാത്തതുകൊണ്ടാണോ ആ ചേച്ചി അറിഞ്ഞിട്ടും എൻ്റെ അടുത്ത് ചോദിച്ചില്ല ആ സീറ്റിലിരിക്കണമെന്നൊന്നും. അപ്പോൾ അതുകൊണ്ടാണ് വിൻഡോ സീറ്റ് നമുക്ക് കിട്ടിയത്. ശരിക്കും നമ്മൾ ബോർഡിംഗ് പാസ് ചോദിക്കുന്ന സമയത്ത് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിൻഡോ സീറ്റ് നമുക്ക് ചോദിച്ച് കിട്ടും ബോർഡിംഗ് പാസ് എടുക്കുന്ന ടൈമിൽ. അന്നേരം എനിക്കത് ചോദിക്കാനും പറ്റിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് നമ്മൾ ഇപ്പം കുവൈറ്റിൻ്റെ മേളിൽ നിന്നോട് പറന്നുകൊണ്ടിരിക്കും. അപ്പം മേളിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് താഴെ നമുക്ക് ലൈറ്റ് ഇങ്ങനെ കാണാൻ പറ്റും. അത് നമുക്ക് വിഷം ഭയങ്കര കുറവാണ്. അതായത് തീരെ ഭയങ്കര പൊടിയും നമുക്ക് കാണാൻ പറ്റും. അതായത് കുറച്ചുകൂടെ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റിയാണ് ഈ പൊടി ഇല്ലായിരുന്നെങ്കിൽ. വെതർ ഇങ്ങനെ മാറിയോണ്ട് നമുക്ക് അത്രയും കാണാൻ പറ്റുന്നില്ല, ക്ലിയർ അല്ല. അതായത് വെതർ ക്ലിയർ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു വീഡിയോ എല്ലാം കിട്ടിയേനെ. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ കുറേ വിഷ്വൽസ് നമുക്ക് മിസ്സായിട്ടുണ്ട്. ഇപ്പം നമുക്ക് താഴെ കാണുന്നത് ദുബായ് ആണ്. ഇതിൻ്റെ കുറേ വിഷ്വൽസ് നമുക്ക് ഞാൻ എടുത്തപ്പോൾ ഉണ്ടായിരുന്നു. കുറേ താഴ്ന്നായിരുന്നു ഇവിടുന്നൊക്കെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ കൊച്ചിയിൽ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഉള്ള വിഷ്വൽസ്, എയർപോർട്ടിൻ്റെ കുറേ വിഷ്വൽസ്, അതായത് വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ബൈ മിസ്റ്റേക്ക് ഡിലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് അടിപൊളി വീഡിയോസൊക്കെ വരുന്നുണ്ട്.